നമ്മളെ സ്നേഹിച്ചവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയേക്കാൾ എത്രയോ ഇരട്ടി വേദനയാണ് സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളിയാണ് ക്ഷമ. കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാനാകും. ഈ ലോകത്തിൽ ആരും ശുദ്ധനും പൂർണ്ണനുമല്ല. ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തനിച്ചായിരിക്കും. അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക. പ്രയാസകരമായ സമയങ്ങളെക്കുറിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചില കാര്യങ്ങൾ മാറ്റങ്ങളിൽ നിന്നോ തെറ്റുകളിൽ നിന്നോ ആണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് വ്യക്തിയുമായി തർക്കത്തിൽ വിജയിക്കാനാവില്ല. അവർ അവർക്ക് അനുയോജ്യമായത് മാത്രം കേൾക്കുകയും പ്രതികരിക്കാൻ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആശയവിനിമയങ്ങൾ ഒന്നുമില്ലാതെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്. മാറ്റാൻ കഴിയാത്തതിനെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ സ്വയം തിരിച്ചറിഞ്ഞ് വളരുന്നിടത്താണ് നമ്മുടെ വിജയം. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എളുപ്പമാണ്, പക്ഷെ സ്വന്തം തെറ്റ് കാണുക വിഷമമാണ്. തനിച്ചാവും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ച് വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ്. ചിലർ അങ്ങനെയാണ്. അവർക്ക് എപ്പോഴാണോ നമ്മളെ ആവശ്യം അപ്പോൾ മാത്രം നമ്മളെ തിരക്കി വരും. അല്ലെങ്കിൽ അവരെ മാത്രം കാത്തിരിക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. ചില വാക്കുകൾക്ക് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം ഓർമ്മയിൽ സൂക്ഷിക്കും. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും തിരിച്ചറിയിച്ചു തന്ന് സഹായിക്കാനാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക. കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുൻപ് ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. സ്വഭാവമാണ് സൗന്ദര്യത്തേക്കാൾ മികച്ചത്. മനുഷ്യത്വമാണ് സമ്പത്തിനേക്കാൾ മികച്ചത്. എന്നാൽ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല. തോൽവിക്ക് ശേഷം നിങ്ങൾ തുടക്കത്തെ ഭയപ്പെടരുത്. ഇത്തവണ നിങ്ങൾ പൂജ്യത്തിൽ നിന്നല്ല, അനുഭവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരമാവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടുകയുമില്ല. 1000 തവണ ഉറക്കെ വിളിച്ച് പറഞ്ഞാലും നമ്മളെക്കുറിച്ച് നമ്മൾ പറയുന്ന സത്യത്തേക്കാൾ ഈ ലോകം വിശ്വസിക്കുന്നത് മറ്റുള്ളവർ പതുക്കെ പറയുന്ന കള്ളത്തരങ്ങളായിരിക്കും. 2 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിലൊന്ന് സഹായിച്ചവരെ മറക്കാതിരിക്കുക, മറ്റൊന്ന് വിശ്വസിച്ചവരെ വഞ്ചിക്കാതിരിക്കുക. ആരെങ്കിലും നിങ്ങളോട് എത്ര മോശമായി പെരുമാറിയാലും ഒരിക്കലും അവരുടെ നിലവാരത്തിലേക്ക് താഴരുത്. ശാന്തത പാലിക്കുക, ഉറച്ചു നിൽക്കുക, വിട്ടുമാറി നിൽക്കുക. ജീവിതം മനോഹരമാക്കാൻ എപ്പോഴും മറ്റൊരാൾ വേണമെന്ന് മനസ്സ് വാശി പിടിച്ച് തുടങ്ങുന്നിടത്താണ് തോൽവിയുടെ ആദ്യ തുടക്കം. ആരെയും പ്രതീക്ഷിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുക. ഒരിക്കലും മടുക്കാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ഒട്ടും കുറഞ്ഞു പോകാതെ ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സ്നേഹമാണ് എന്നും നിലനിൽക്കുന്നത്. ഈ ലോകത്തിൽ ആരും ശുദ്ധനും പൂർണ്ണനുമല്ല. ആളുകളുടെ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും തനിച്ചായിരിക്കും. അതിനാൽ കുറച്ച് വിധിക്കുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുക.